എന്തെല്ലാം ചങ്ങായിമാരെ, ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. കണ്ട എല്ലാവരും വീഡിയോ കണ്ടില്ലേ? ഇതാരാണെന്ന് എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെയൊക്കെ കയ്യിൽ എങ്ങനെയാണ് പൈസകൾ വരുന്നതും ഇവർ നടക്കുന്ന ഓരോ വേഷങ്ങളും ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പാഠമാവണം. ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ക്യാഷ് വരുന്നത്. ശരിക്കും പണിയെടുത്തിട്ടല്ലട്ടാ, ഇതേപോലെ മയക്കുമരുന്നുകൾ, കോടികളുടെ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് കൊടുക്കുന്നതായിരിക്കാം. ഞങ്ങളുടെ കേരളത്തിലാണ് ഇത് ചിലവാക്കുന്നത്. ആർക്കാണ് ചിലവാക്കുന്നത്? ഞങ്ങളുടെ മക്കളെ പോലെയുള്ളവർക്കാണ് ഇവർ കൊടുക്കുന്നത്. ചില കോളേജിൻ്റെ മുന്നിലും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെയാണ് കൊണ്ടുകൊടുത്തിട്ട് ഇവർ കോടികൾ ഉണ്ടാക്കുന്നത് അല്ലേ. പക്ഷെ ഇവരെയൊക്കെ ഇപ്പോൾ പിടിച്ച് ഉള്ളിലിട്ട് എന്ന് വിചാരിച്ചോ? അവരൊക്കെ ഈസി ആയിട്ട് ഇറങ്ങി വരും. കാരണം അവരെ പിന്നിലും ആൾക്കാരുണ്ടാവും, അവരിറക്കാൻ ആൾക്കാരുണ്ടാവും, ജാമ്യത്തിന് ആൾക്കാരുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇവരൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെയല്ല കേട്ടാ. ഇതൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു 4, 5, 6 ഇതിന് വേണ്ടി ഇങ്ങനെ കുറ്റം ചെയ്യുന്നവരൊക്കെ 3, 4 ആൾക്കാർ ഇതേപോലെ പബ്ലിക്കിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ പോലീസ് തന്നെ ഇത് ഏറ്റെടുത്ത് ഇതുപോലെ പബ്ലിക്കിൽ വെച്ച് ഇവരില്ലാതാക്കണം. അപ്പോഴാണ് പിന്നീട് ഇനി ആരും എന്താക്കൂല, അതിനിറങ്ങൂല. അപ്പോൾ ചിന്തിക്കും, ഞങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കോടികൾ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം, ഞങ്ങൾക്ക് ജീവനില്ല എന്ന് കരുതും. ഇതേപോലെ കഴിയുമെങ്കിൽ സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഇങ്ങനെയുള്ള നിയമങ്ങളാണ് നമ്മൾ കേരളത്തിലൊക്കെ കൊണ്ടുവരേണ്ടത്. കേരളം നന്നാവണമെങ്കിൽ, ഞങ്ങളുടെ മക്കൾ നന്നാവണമെങ്കിൽ, ഞങ്ങളുടെ കുടുംബം നന്നാവണമെങ്കിൽ കേരളത്തിലൊക്കെ ഇതുപോലത്തെ നിയമങ്ങൾ കൊണ്ടുവരണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അറിയിക്കുക.